ഹായ്, വെൽക്കം ടു മൈ ചാനൽ. മഴക്കാലമായാൽ കുഞ്ഞുമക്കളുള്ള അമ്മമാർക്ക് ആദിയായിരിക്കും. കാരണം മഴയോടൊപ്പം തന്നെ ജലദോഷവും ചുമയും കഫക്കെട്ടും പനിയും വിരുന്നു വരും. എന്നാൽ അതിനെല്ലാമുള്ള ഉത്തമ പ്രതിരോധ ഔഷധവുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. പനിക്കൂർക്ക, നവര, കർപ്പൂരവല്ലി, കഞ്ഞിക്കൂർക്ക എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ചങ്ങായി ഒരു കിടിലൻ ആൻറ്റിബയോട്ടിക് മാത്രമല്ല, ആൻറ്റിബയോട്ടിക് കൂടിയാണ്. പ്ലന്റാക്ട്രസ് ബാർബറ്റസ് എന്നാണ് ശാസ്ത്രീയ നാമം. ലേമിക്ക കുടുംബത്തിൽപ്പെട്ട കോളിയസ് ജനുസിൽപ്പെട്ട ഇതിന് ഇന്ത്യൻ ബോറേജ് അഥവാ മെക്സിക്കൻ മിൻറ്റ് എന്നും വിളിപ്പേരുണ്ട്. പത്താർചൂർ എന്നാണ് ഹിന്ദിയിൽ പേര്. ആയുർവേദ, സിദ്ധ, പാരമ്പര്യ ചൈനീസ് ഔഷധങ്ങളിലും പനിക്കൂർക്ക ഔഷധമായി ഉപയോഗിക്കുന്നു. ആസ്മ, ബ്രോങ്കൈറ്റിസ് തുടങ്ങിയ ശ്വസനവ്യവസ്ഥയെ ബാധിക്കുന്ന അസുഖത്തിന് പനിക്കൂർക്കയുടെ നീര് തേൻ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്. വയറുവേദന, വയറുസ്തംഭനം, ഗ്യാസിൻ്റെ പ്രശ്നം തുടങ്ങിയവയ്ക്കും മികച്ച ദഹനത്തിനും ഇതിൻ്റെ നീര് ഉപയോഗിക്കുന്നു. അസ്ഥിരോഗത്തിനും കാൽമുട്ട് വേദനയ്ക്കും പനിക്കൂർക്ക ഒരു ആശ്വാസമാണ്. പനിക്കൂർക്ക നല്ലൊരു വേദന സംഹാരി കൂടിയാണ്. പല്ലുവേദന, തലവേദന തുടങ്ങിയവ മാറാൻ ഉപയോഗിക്കുന്നു. വായ്പുണ്ണ്, താരൻ ഇവയ്ക്ക് പ്രതിവിധിയായും ഉപയോഗിക്കുന്നു. കേശ സംരക്ഷണത്തിനും കഞ്ഞിക്കൂർക്ക നീര് ഉപയോഗിക്കുന്നു. അടുക്കളയിൽ ഇത് ഒന്നാന്തരം ഒരു സുഗന്ധവ്യഞ്ജനമായി ഉപയോഗിക്കുന്നു. ഇതിൻ്റെ ഇല ഉണക്കിപ്പൊടിച്ച് ഭക്ഷണത്തിൽ ചേർത്ത് ഉപയോഗിക്കും. പനിക്കൂർക്കയുടെ ഇലയ്ക്ക് ഹൃദയ ആകൃതിയാണ്. നല്ല വാസനയുള്ള ഇലയാണ്. രോമാവൃതമായ ഇലയും തണ്ടുമാണ് ഇതിന്. മുന്നേ ഇരുവേലിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇത് രണ്ടും കാണാൻ ഒരുപോലെയാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ തികച്ചും വ്യത്യസ്തമായ ചെടികളാണ്. സാധാരണ കുടിക്കുവാനുള്ള വെള്ളം തിളപ്പിക്കുമ്പോൾ ഒരിടത്തരം വലിപ്പമുള്ള ഒരു ഇലയിട്ട് തിളപ്പിച്ച് കുടിച്ചാൽ ജലദോഷം, കഫക്കെട്ട് തുടങ്ങിയവ വരാതിരിക്കും. കുഞ്ഞുങ്ങളിൽ കാണുന്ന കുറുകുറുപ്പ് മാറാൻ 4-5 ഇലകൾ ആവിയിൽ വെച്ച് പിഴിഞ്ഞ് ഒരൽപ്പം തേൻ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് തേൻ ചേർക്കാതെ കൽക്കണ്ടം അലിയിച്ച് കൂടെ കൊടുക്കാം. ഇതിൻ്റെ നീര് നെറുകയിൽ പുരട്ടുന്നത് ഡ്രൈ ആയിട്ടുള്ള ചുമയ്ക്ക് നല്ലതാണ്. അതുപോലെ 6 മാസത്തിൽ താഴെയുള്ള കുട്ടികൾക്ക് നെഞ്ചിലും പുറത്തും പുരട്ടിക്കൊടുക്കുന്നത് ശ്വാസമുട്ടലിനും ഗ്യാസ് പ്രശ്നങ്ങൾക്കും നല്ലതാണ്. 6 മാസത്തിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇതിൻ്റെ നീര് കുടിക്കുവാൻ കൊടുക്കുന്നതിന് മുമ്പ് അവരുടെ ഡോക്ടറോട് അനുവാദം അല്ലെങ്കിൽ നിർദ്ദേശം ചോദിക്കണം. മഴക്കാലത്ത് ഡയറക്റ്റായിട്ട് മഴ കൊള്ളാത്ത ഇടത്ത് വേണം നടാൻ. കാരണം ഇടതോരാതെ മഴ പെയ്താൽ ഇത് പെട്ടെന്ന് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. തണ്ട് മുറിച്ചു നട്ടാണ് പ്രത്യുൽപാദനം നടത്തുന്നത്. ഇതൊക്കെയാണ് പനിക്കൂർക്കയുടെ വിശേഷങ്ങൾ. ഇനി മറ്റൊരു ചെടിയുമായി കാണുന്നത് വരെ ദിസ് ഇസ് ലിജ്ഷ. ബൈ ബൈ.